ഒരു കാരണവശാലും ഇന്ത്യൻ കപ്പലുകൾക്ക് ഒന്നും സംഭവിക്കരുത്. ഇറാന് ശക്തമായ താക്കീത് നൽകി ഇന്ത്യക്കാരുടെ ജീവനിൽ കളിക്കരുത് എന്നും ഇറാനോടാകട്ടെ കടുത്ത സന്ദേശമാണ് ഇപ്പോൾ എസ് ജയശങ്കർ നൽകിയിരിക്കുന്നത്. നാവികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ തന്നെ ഇതേ തുടർന്നുകൊണ്ട് ഇന്ത്യ ആദ്യമായി എല്ലാ കക്ഷികളോടും ഒരേപോലെ തന്നെ അവിടെ ശക്തമായ ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. വാണിജ്യ കപ്പലുകൾക്കും നാവികർക്കും നേരെയുള്ള ആക്രമണങ്ങൾ യാതൊരു സാഹചര്യത്തിലും അംഗീകരിക്കാനാവില്ല എന്നും ഇത്തരം നടപടികൾ ഉടൻ തന്നെ അവസാനിപ്പിക്കണം എന്നതാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ഇന്ത്യയുടെ ഈ കർശന നടപടി അറിയിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധ സാഹചര്യം ഇന്ത്യ അതീവ ആശങ്കയോടുകൂടിയാണ് നിരീക്ഷിക്കുന്നത്. അതായത് ഈ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരു കക്ഷിയുടെയും ഭാഗത്തു നിന്നുകൊണ്ട് വാണിജ്യ കപ്പലുകൾക്കും സാധാരണ നാവികർക്കും നേരെയുള്ള ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി തന്നെ അപലപിക്കുന്നുവെന്നും ഇവിടെ പറയുന്നുണ്ട്. സംഭാഷണത്തിന് പിന്നിൽ തന്നെ എക്സിൽ പങ്കുവച്ച സന്ദേശത്തിൽ മേഖലയിൽ നിലനിൽക്കുന്ന ശത്രുക്കളിലുള്ള അല്ലെങ്കിൽ ആ ഒരു ശത്രുതയെ കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയെ അറിയിച്ചതായും എല്ലാ പ്രശ്നങ്ങൾക്കും നയതന്ത്രപരമായ സംഭാഷണങ്ങളിലൂടെയാണ് പരിഹാരം കണ്ടെത്താൻ കഴിയുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു. ഇതിനു മുൻപേ തന്നെ യുക്രൈൻ വിദേശകാര്യമന്ത്രി അദ്ദേഹമാകട്ടെ ജയശങ്കർ ഇത്തരത്തിൽ സമാനമായ വിഷയത്തിൽ ചർച്ച നടത്തുകയും കരിങ്കടലിലും ഹോർമോസ് കടലിടുക്കിലും വ്യാപാര കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ ഇന്ത്യൻ നാവികരുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു നയതന്ത്ര ഇടപെടൽ ശക്തമാക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇന്ത്യൻ പൗരന്മാർക്കുണ്ടായ നഷ്ടം അതീവ ഗുരുതരമാണ് എന്നും ഫെബ്രുവരി മുതൽ ഇതുവരെ 10 ഇന്ത്യൻ നാവികർ ഉൾപ്പെടെ 16 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 75 പേർ പരിക്കേൽക്കുകയും ചെയ്യുന്നതായി തന്നെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധനാകട്ടെ ഇവിടെ രാജ്യസഭയിൽ അറിയിച്ചിരുന്നു. ഇറാനെയും അമേരിക്കയും ഉൾപ്പെടെ തന്നെ സംഘർഷത്തിൽ പങ്കാളികളാക്കിയ വിവിധ കക്ഷികളുടെ ആക്രമണത്തിലാണ് ഈ ജീവഹാനികൾ സംഭവിച്ചതെന്നതാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ആദ്യമായി തന്നെ ഒരു പക്ഷത്തെയും അനുകൂലിക്കാതെയും എതിർക്കാതെയും എല്ലാ കക്ഷികളോടും ഒരേ സന്ദേശം നൽകിയിരിക്കുന്നത്. സാധാരണ ജനങ്ങളുടെയും നാവികരുടെയും ജീവൻ അപകടത്തിലാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര വ്യാപാരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹോർമോസ് കടലിടുക്കിലും കരിങ്കടലിലും ലോക വ്യാപാരത്തിന്റെ നിർണായക പാതകൾ ഒന്ന് തന്നെയാണ്. ഇവിടെ തന്നെ തുടരുന്ന ആക്രമണങ്ങൾ ആഗോള ചരക്ക് നീക്കത്തെയും എണ്ണ വിതരണത്തെയും മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് നാവികരുടെ ജീവനെയും നേരിട്ട് ബാധിക്കുന്ന സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ യുദ്ധത്തെക്കാൾ നയതന്ത്രത്തിനാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നതും. സംഭാഷണത്തിലൂടെയും ചർച്ചകളിലൂടെയും മാത്രമേ ഇത്തരത്തിൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന നിലപാടാണ് വീണ്ടും വീണ്ടും ഇവിടെ ലോകത്തിന് മുന്നിൽ അവിടെ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.